ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പേരാണ് ശരണ്യയുടെ പേര്. കാരണം ട്രെക്കിങ്ങിന് പോയിട്ട് ഇതേണ കൊണ്ടുപോയി പെട്ടെന്ന് കാണാതാവുക, അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ശരണ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചോദിച്ച സമയത്തുണ്ടെങ്കിൽ ഒരു കാര്യം ശരണ്യ പറഞ്ഞു. അതാണ് ആൾക്കാരെ കൊണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ശരണ്യയുടെ മേലിൽ ഭയങ്കര ഡൗട്ട് വരാൻ കാരണം. അതിൽ കാരണം എന്ന് പറഞ്ഞാൽ ഇതേണക്ക് തൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാർജ് പോയി സ്വിച്ച് ഓഫ് ആയെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മൊബൈൽ ഫുൾ ചാർജ് ആക്കിയിട്ടേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പവർ ബാങ്ക് ഒക്കെ കൊണ്ടുവന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് അവിടെ മുഴുവൻ ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഫോൺ നോക്കാനുള്ള ഒരു സമയവും കിട്ടത്തില്ല. അങ്ങനെ ഇരുന്നിട്ട് പോലും ഉണ്ടെങ്കിൽ തൻ്റെ മൊബൈലിൽ ചാർജ് പോയി എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട്. ഇനി ഇത് കള്ളം പറയുന്നതാണോ, മനഃപൂർവ്വം എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കണക്ക് പബ്ലിസിറ്റി നേടാൻ വേണ്ടിയുള്ള വല്ല പരിപാടിയാണെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3 ദിവസം ഒരു കുറ്റി കാട്ടിലുണ്ടെങ്കിൽ ഒരു ലൈറ്റോ ഒരു ഭക്ഷണമോ ഒന്നും ഇല്ലാതെ ഇരുന്നിട്ട് ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എത്ര വിശ്വസിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് വരും. ചിലർ സപ്പോർട്ട് ചെയ്തും വരുന്നുണ്ട്. എന്തായിരുന്നാലും ഇത് സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണെന്നോ ഉള്ളത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും.